ഇതൊരു മനുഷ്യന്റെ കരച്ചിലൊന്നുമല്ല, ഒരു നാറിയുടെ സ്വന്തം സഹോദരന്റെ കുട്ടിയെ, അതും വെറും 4 വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായിട്ട് 1.5 വർഷക്കാലത്തോളം പീഡിപ്പിച്ചിരുന്ന ഒരു നാറിയുടെ കള്ളക്കരച്ചിലാണ്, പട്ടി ഷോയാണ്. കല്യാണി എന്ന് പറയുന്ന ആ ഒരു കുട്ടി ഇന്നലെ മരണപ്പെട്ടു. സ്വന്തം അമ്മ പുഴയിലേക്ക് എറിഞ്ഞു കൊന്നു. ആ വാർത്ത അറിഞ്ഞത് മുതൽക്ക് സമാധാനമില്ല. സത്യസന്ധമായിട്ട് പറയാണ്, ഭയങ്കര വിഷമായിരുന്നു ആ വാർത്ത കേട്ട സമയം തൊട്ട്. ഇന്ന് രാവിലെ എണീറ്റ സമയത്ത് പെട്ടെന്ന് കാണുന്ന വാർത്ത ഇതാണ്. സ്വന്തം അച്ഛന്റെ സഹോദരൻ കുട്ടിയെ 1.5 വർഷക്കാലം പീഡിപ്പിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലാണ് കുട്ടി പീഡിപ്പിക്കപ്പെട്ടതായി തെളിഞ്ഞതെന്ന്. അത് കേട്ടത് മുതൽക്ക് അടുത്ത ടെൻഷൻ തുടങ്ങി. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ വീടുകൾക്കകത്ത് പോലും കുട്ടികൾ സേഫ് അല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ആരൊക്കെ പീഡിപ്പിക്കുന്നു, എവിടേക്ക് എന്തൊക്കെ പീഡനം നടക്കുന്നു എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. ഒരു പോസ്റ്റ്മോർട്ടം വേണ്ടി വന്ന ഒരു കുട്ടി ഇത്ര വർഷക്കാലം പീഡിപ്പിച്ചു എന്ന് പുറം ലോകം അറിയാൻ വേണ്ടിയിട്ട്. കല്യാണിയുടെ അമ്മ സന്ധ്യ കുട്ടി എന്തായാലും കൊന്നു. ഈ അമ്മയ്ക്ക് മുൻപേ തന്നെ ഈ പീഡനത്തെ കുറിച്ച് അറിയാമായിരുന്നു. അമ്മ പുള്ളിക്കാരന്റെ മേൽ ഇതിന്റെ പേരിൽ കൈവച്ചിരുന്നു എന്നൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് പിന്നീട് ആ അമ്മ ഇതുമായിട്ട് മുൻപോട്ട് പോയില്ല, അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങളൊന്നും നടന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ കാര്യമൊന്നും അറിഞ്ഞില്ല എന്നൊക്കെയാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. കുട്ടി മരണപ്പെടുന്ന ആ ഒരു ദിവസത്തിന്റെ തലേ ദിവസം പോലും പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അതെങ്ങനെയാണ് ചെറിയ കുട്ടിയോട് ചെയ്യാൻ പറ്റുന്നത്? ഈ 4 വയസ്സുള്ള കുട്ടി 1.5 വർഷക്കാലം പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാല് 2.5 വയസ്സ് മുതൽക്ക് കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് അർത്ഥാക്കുന്നത്. 2.5 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുട്ടിയാണ്. എട്ടും പൊട്ടും അറിയാത്ത, ഒന്നും അറിയാത്ത ഒരു കുഞ്ഞു വാവയാണത്. ആ വാവയുടെ അടുത്താണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ളവന്മാരെ വെറുതെ വിടാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. സത്യം പറഞ്ഞാൽ നിയമം ജനങ്ങൾ കയ്യിലെടുക്കേണ്ട അവസ്ഥയിലേക്ക് മാറുകയാണ്. കാരണം ഇവിടുത്തെ നിയമം, ഇന്ത്യൻ നിയമവ്യവസ്ഥ കാര്യങ്ങളൊക്കെ വളരെ ദുർബലപ്പെട്ടത് കാരണം ഇവൻ ജയിലിൽ പോയി കഴിഞ്ഞാലും അവിടെ പോയി തടിച്ചു കൊഴുത്ത് കുറച്ചു കാലം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങും. കാര്യമായിട്ട് ഇവിടുന്ന് സംഭവിക്കാൻ പോകുന്നില്ല. അത് ഇവിടുത്തെ നിയമത്തിന്റെ അവസ്ഥ കൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നതാണ്. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇത്തരം നാറികളൊക്കെ ജനങ്ങൾ കയ്യിലേക്ക് എടുക്കേണ്ടി വരുന്നത്. ഏതായാലും ഇത്തരം വിഷയങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ തോന്നുന്നത്. ഈ സ്ത്രീകളുടെ ശരീരം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, സ്ത്രീകളുടെ ബോഡി. ഈ സ്ത്രീകളുടെ ശരീരത്തെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ്, പുരുഷന്മാർക്കല്ല. ഓരോ പ്രായത്തിലും ഓരോ കാലഘട്ടത്തിലും സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതെങ്ങനെയൊക്കെ ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ സ്ത്രീകൾക്ക് മാത്രമാണ് നന്നായിട്ട് അറിയുന്നത്. പലപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമ്മുടെ സമൂഹത്തിൽ വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്ന, ദാമ്പത്യ ജീവിതവുമായിട്ട് മുൻപോട്ട് പോകുന്ന ദമ്പതികൾക്കിടയിൽ ഇന്റർകോഴ്സ് സംഭവിക്കാറില്ല. പെനിട്രേഷൻ പോലും സംഭവിക്കാണ്ട് വർഷങ്ങളോളം ഒരുമിച്ച് ജീവിക്കുന്ന ദമ്പതികൾ പോലും നമ്മളുടെ ഇടയിലുണ്ട്. പലപ്പോഴും അതിന്റെ കാരണം പല സ്ത്രീകൾക്കും ഈ പെനിട്രേഷൻ എന്ന് പറയുന്ന സംഭവം, അതായത് ലൈംഗിക ബന്ധം എന്ന് പറയുന്ന സംഭവം വളരെ പെയിൻഫുൾ ആണെന്നുള്ളൊരു പേടിയുണ്ട്. അതുപോലെ തന്നെ ഉള്ള കാഴ്ചപ്പാടും അങ്ങനെ കേട്ട കഥകളൊക്കെ ആയിരിക്കും. അത് കാരണം, ആ ഭയം കാരണം അതിന് സമ്മതിക്കാത്ത കുറെ സ്ത്രീകളുണ്ട്. അതിന്റെ പെയിൻ, അവർ അനുഭവിക്കുന്ന പെയിൻ കാരണം ഭയന്നിട്ട് ഇനി പെയിൻ അനുഭവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സ്ത്രീകളുണ്ട്. പല രീതിക്കാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പല പ്രായത്തിലും മുതിർന്ന സ്ത്രീകൾക്ക് പോലും പെനിട്രേഷൻ എന്ന് പറയുന്ന സംഭവത്തോട് ഭയമുണ്ടെങ്കിൽ, അവർക്കത് വേദന ഉണ്ടാക്കുന്നു എങ്കിൽ ഈ ചെറിയ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ എപ്പോഴും ഈ പോൺ മൂവീസിലൊക്കെ കാണുന്ന ആ ഒരു സംഭവമാണ് പെനിട്രേഷൻ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പക്ഷെ അത് മാത്രമാണോ പെനിട്രേഷൻ എന്ന് പറയുന്ന സംഭവം? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭയന്ന് ഓടി ഒളിക്കുന്ന ഒരു അവസ്ഥ പോലും അതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ലോകത്ത് 2.5 വയസ്സുള്ള ഒരു കുട്ടിയോട് ഒരു നാറി ഇത്രയും പ്രായമുള്ള ഒരുത്തിന് ഇത്രയും വലിയ ക്രൂരത കാണിച്ചു എങ്കിൽ, ആ കുട്ടി ചെറിയ പ്രായം കൊണ്ട് ഒരുപാട് അനുഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാന്. ഇപ്പൊ കുട്ടിയുടെ അംഗനവാടി ടീച്ചർ പറഞ്ഞൊരു സംഭവം ഉണ്ട്. കുട്ടിക്ക് ഇങ്ങനെ പെയിൻ ഉണ്ടെന്ന് കുട്ടി പറഞ്ഞു. അപ്പൊ യൂറിൻ ഇൻഫെക്ഷൻ ആണെന്നാണ് ടീച്ചർ വിചാരിച്ചതെന്ന്. അപ്പൊ ആ കുട്ടിക്ക് പെയിൻ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഏതായാലും അത്രയും അനുഭവിച്ചു, ചെറിയ പ്രായം കൊണ്ട്, ആകെ 4 വർഷമാണ് ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളത്. അത്രയും പ്രായം കൊണ്ട് കുട്ടി ഇത്രയ്ക്കധികം അനുഭവിച്ചു എന്ന് പറയുന്നത് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു കുട്ടിക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ. ഇപ്പൊ നമ്മൾ അമ്മമാരൊക്കെ ഗുഡ് ടച്ച് എന്താണെന്നും ബാഡ് ടച്ച് എന്താണെന്നൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അത് എത്രമാത്രം അമ്മമാർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പല കുട്ടികൾക്കും ഗുഡ് ടച്ച് എന്താണെന്നും ബാഡ് ടച്ച് എന്താണെന്നും ഇപ്പോഴും അറിയില്ല. അതും എനിക്കറിയാം. അപ്പൊ ശരിക്കും ഇവിടുത്തെ പാരന്റ്സ് ചെയ്യേണ്ട കാര്യം ആദ്യം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്ന ഭാഗങ്ങളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗുഡ് ആണെന്നും, ഇന്ന ഭാഗങ്ങളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാഡ് ആണെന്നും കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആരെങ്കിലും ബാഡ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്ത് പറയണമെന്നും, പറ്റുമെങ്കിൽ നിലവിളിക്കണമെന്നും, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പ്രതികരിക്കണമെന്നും പറഞ്ഞു കൊടുക്കണം. കുട്ടികൾക്കത് തീർച്ചയായിട്ടും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പറ്റും. പണ്ട് ഞാനൊരു മൂവിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആക്ട്രസ് വന്നു. പുള്ളിക്കാരിയുടെ കൂടെ പുള്ളിക്കാരിയുടെ ഒരു 5 വയസ്സുള്ള ഒരു മോളും ഉണ്ടായിരുന്നു. ഈ സിനിമാ ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. പലയിടങ്ങളിൽ ജീവിക്കുന്ന, പല സംസ്കാരങ്ങളിൽ ജീവിക്കുന്ന
ഒരുപാട് ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലം. അവിടെയുള്ള പലർക്കും പല രീതിക്കുള്ള സ്വഭാവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ആരും പെർഫെക്റ്റ് ആണെന്നില്ല, അല്ലെങ്കിൽ ചില ആളുകൾ നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യരായിരിക്കും, പലതായിരിക്കും അവിടെ സംഭവിക്കുക. എന്തായാലും ഈ കുട്ടിയും കൊണ്ട് ഈ ആക്ട്രസ് വരുന്ന സമയത്ത് പുള്ളിക്കാരി കൃത്യമായിട്ട് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു, ആരെങ്കിലും മോളെ ഇന്ന സ്ഥലങ്ങളിൽ തൊട്ട് കഴിഞ്ഞാൽ ബാഡ് ടച്ച് ആണെന്നും, അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങളിൽ തൊട്ട് കഴിഞ്ഞാൽ ഗുഡ് ടച്ച് ആണെന്നും, അങ്ങനെ ബാഡ് ആയിട്ട് ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അമ്മയോട് പറയണമെന്നും കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അഭിനയിക്കുന്ന സമയത്ത് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി കുട്ടി പോവും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം കുട്ടി ലൊക്കേഷനിൽ വെച്ച് വളരെ ഓപ്പൺ ആയിട്ട് അങ്ങ് തുറന്നു പറയുന്നത്, അമ്മ ഈ അങ്കിളിനെ ബാഡ് ടച്ച് ചെയ്തു എന്ന്. ആ സമയത്ത് കൃത്യമായിട്ട് പുള്ളിക്കാരി പറഞ്ഞു, ആരും മോളുടെ ദേഹത്ത് തൊട്ട് കളിക്കരുത് എന്ന് പറഞ്ഞു. അവിടെ വാൺ ചെയ്തു, അത് അവിടെ അങ്ങ് സോൾവ് ആയി. അന്നാണ് കുട്ടികൾ ഇങ്ങനെ പ്രതികരിക്കുമെന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ അത് അനുസരിക്കുമെന്നും മനസ്സിലാക്കുമെന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ഓരോ കുട്ടികളെയും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുൻപോട്ട് കൊണ്ടുവരികയാണ് വേണ്ടത്. പിന്നെ ഈ ഗുഡ് ടച്ച് ചെയ്താലും ബാഡ് ടച്ച് ചെയ്താലും അതൊക്കെ പാരന്റ്സിനോട് പറയാനുള്ള ആ ഒരു ബന്ധവും കുട്ടികൾക്കിടയിൽ വേണം. ചുമ്മാ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കുട്ടികളെ ഭയപ്പെടുത്താതെ കുട്ടികൾക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം കൂടി പാരന്റ്സിന്റെ ഇടയിൽ സംഭവിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഏതായാലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതർവൈസ് കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് നമ്മൾ അറിയാണ്ട് പോകും. നമ്മൾ ഇതൊന്നും അറിയാണ്ട് നമ്മൾ ഈ പൊട്ടന്മാരെ പോലെ നിൽക്കേണ്ട അവസ്ഥയായിരിക്കും. കുട്ടികൾ വീടിനകത്ത് വെച്ച് ക്രൂരമായിട്ടുള്ള വേദനകളിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടായിരിക്കും. ഇനി കുട്ടികൾ ഇങ്ങനെ പ്രശ്നം അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നല്ലൊരു കൗൺസിലറെ കൊണ്ടുപോയിട്ട് കുട്ടിയെ കാണിക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് കുറെ കൂടി ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ആരായാലും ശരി, ഏത് പുരുഷനായാലും ഏട്ടനായാലും അവരായാലും ഇവരായാലും ശരി, എല്ലാവരും ഒരു ലിമിറ്റ് വെച്ച് മാത്രം ഇടപഴകാൻ കുട്ടികളെ പഠിപ്പിക്കുക. ഒരു ലിമിറ്റിന് പുറത്തേക്ക് ആരെങ്കിലും വരുന്നുവെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഇതൊക്കെ നടക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് ഏറ്റവും അധികം ഇത്തരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കുട്ടികളൊക്കെ വളർന്ന് വലുതായാലും ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെല്ലാം തരം ട്രോമകളിലൂടെ കടന്നു പോവേണ്ടി വരും. ചെറുപ്പത്തിൽ ഇത്തരം ട്രോമകൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് പല സ്ത്രീകൾക്കും ദാമ്പത്യ ജീവിതത്തിനിടയ്ക്കുള്ള ഈ ഒരു പെനിട്രേഷനും കാര്യങ്ങളൊക്കെ പലപ്പോഴും കൃത്യമായിട്ട് ഒരു ശരിയായ രീതിക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത്. ആ ട്രോമ ഇവർക്ക് പല രീതിക്കുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലൂടെ സ്ത്രീകൾ കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഏതായാലും ഈ ഒരു കല്യാണി എന്ന് പറയുന്ന കുട്ടിയുടെ ലൈഫിനകത്ത് സംഭവിച്ചിട്ടുള്ള കാര്യം ഒരു ഒറ്റപ്പെട്ട സംഭവം ഒന്നല്ല. കേരളത്തിനകത്തുള്ള നമ്മുടെ സമൂഹത്തിനകത്തുള്ള ഒരുപാട് വീടുകളിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. പറ്റുമെങ്കിൽ പാരന്റ്സ് ഒക്കെ അത് ചോദിച്ചറിയാം. പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അത് ചുമ്മാ ഇങ്ങനെ കൈ കഴുകി കളയാൻ പറ്റുന്ന ഒരു സംഭവം ഒന്നല്ല. നിങ്ങളൊരു കുട്ടിക്ക് ജനനം നൽകുന്നു എങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ തീർച്ചയായിട്ടും നോക്കണം. കുട്ടിയുടെ മേൽ ഉത്തരവാദിത്തം കാണിക്കണം. നിങ്ങൾക്ക് തോന്നുമ്പോൾ പുഴയിലെറിഞ്ഞു കളയാനും, നിങ്ങൾക്ക് തോന്നുമ്പോൾ കൊന്നു കളയാനും, അല്ലെങ്കിൽ തോന്നുന്നവന്മാർക്ക് വിട്ടുകൊടുക്കാനും വേണ്ടിയിട്ടുള്ളതല്ല മക്കള്. പലപ്പോഴും കേൾക്കുന്ന വാർത്തയാണ്, അമ്മയുടെ കാമുകൻ കുട്ടിയെ പീഡിപ്പിച്ചു, അമ്മയുടെ അവിഹിത ബന്ധത്തിലുള്ള ആളുകൾ ആ അമ്മയുടെ മകളെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് തരം അവസ്ഥയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ പലപ്പോഴും നോക്കുന്ന സമയത്ത് ഈ അമ്മമാരുടെ കൂടി അനുമതിയോട് കൂടിയാണ് ഇത്തരം പീഡനങ്ങൾ സംഭവിക്കുന്നതും. അപ്പൊ അമ്മയും കാമുകനും അറിഞ്ഞുകൊണ്ട് കുട്ടിയെ പീഡിപ്പിക്കുക എന്ന് പറയുന്ന, ലൈംഗികമായിട്ട് പീഡിപ്പിക്കുക എന്ന് പറയുന്ന സംഭവം എന്താണ് ലോകത്ത് നടക്കുന്നത്? സോ നിങ്ങൾക്ക് കുട്ടികളെ നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം കുട്ടികൾക്ക് ജന്മം നൽകുക. അല്ലാണ്ട് ചുമ്മാ ഒരു എന്റർടൈൻമെന്റിന്റെ പുറത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ട സംഭവമല്ല കുട്ടികൾ എന്ന് പറയുന്നത്. അവരെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്ന സമയത്ത് ആ കുട്ടികളെ ഇൻവൈറ്റ് ചെയ്ത് നല്ല രീതിക്ക് അവരെ ട്രീറ്റ് ചെയ്യുക. അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് ഒരു വിനോദം പോലെ നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ ഏർപ്പാടൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പോലും അറിയാണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും താല്പര്യമില്ലാണ്ട് ജനിക്കേണ്ട സംഭവങ്ങളൊന്നല്ല കുട്ടികൾ, മക്കൾ എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള അവകാശങ്ങളും അവർക്ക് കിട്ടണം. ഈ ഭൂമിക്കകത്ത് അവർ ജീവിക്കുന്നുവെങ്കിൽ ആ അവകാശങ്ങൾ മുഴുവൻ കിട്ടാൻ പ്രാപ്തരാക്കുന്ന വിധത്തിൽ അവരെ കൊണ്ടുവരിക, വളർത്തുക. അല്ലാണ്ട് സ്വന്തം വീടിനകത്തുള്ള പുരുഷന്മാർക്ക് പീഡിപ്പിക്കാൻ വിട്ടുകൊടുക്കുക, സ്വന്തം കാമുകന് പീഡിപ്പിക്കാൻ വിട്ടുകൊടുക്കുക, ഇതൊന്നും അല്ല കുട്ടികളോട് ചെയ്യേണ്ട കാര്യം. എന്തായാലും കല്യാണിയുടെ ഒരു വാർത്തയിൽ നല്ല വിഷമമുണ്ട്. ആ ഒരു കൊച്ചച്ഛൻ എന്ന് പറയുന്ന ഒരു നാറിയെ വെറുതെ വിടാൻ പാടില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നിയമം ദുർബലമായതുകൊണ്ട് നമുക്ക് അങ്ങനെ നോക്കുകുത്തിയായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. സത്യത്തിൽ അവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. അവനെ എന്നല്ല, ഇമാതിരി തെണ്ടിത്തരം കാണിക്കുന്ന ഒരുത്തനും വെറുതെ വിടാൻ പാടില്ല.